ചവിട്ടി. മമ്മി, എന്തിനാ മമ്മി അവളെ വീട്ടിനകത്തോട്ട് കയറ്റിയത്? മോളു, ഞാൻ ഒന്നും കാണാതെ ഇങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? അറിയില്ലേ മോളു? എന്നാലും മമ്മി, എനിക്കറിഞ്ഞൂടാ ഈ പെണ്ണിനെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നേ. അതൊക്കെ ഉണ്ട് മോളെ. മോളിപ്പോ തൽക്കാലം ഞാൻ പറയുന്നത് കേക്ക്. മണിമോളെ, ചീത്ത. മുത്തുചേച്ചിയുടെ അടുത്തേക്ക് പോണം. അതിനെന്താ, മുത്തുചേച്ചിയുടെ അടുത്തേക്ക് പോകാലോ. കല്ലു, ഇപ്പൊ ഇവിടെ നിൽക്കേ. മുത്തുചേച്ചി അവിടെ തറയൊക്കെ തുടക്കുക. ഇന്നലെ പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മോളെ, അവളെ തറ തുടക്കുമ്പോഴേ തറയിൽ മൊത്തം വെള്ളമായിരിക്കും. അപ്പോഴേ കല്ലു കാല് വഴുതി വീഴും. കല്ല് വീഴും മോളെ. കല്ല് ചെറിയ കുട്ടിയല്ലേ. അപ്പോഴേ വെള്ളത്തിൽ ചവിട്ടിയല്ലേ അവിടെ തറയിൽ വീണാലേ മോൾക്ക് വേദനിക്കൂലേ. എന്നാലേ മുത്തുചേച്ചിയുടെ തല തുടക്കൽ കഴിഞ്ഞിട്ട് ഞാനും മുത്തുചേച്ചിയോടൊപ്പം കളിച്ചോളാം. അതാണ് നല്ലത്. മുത്തിന്റെ തല തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കല്ലുവിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. അതൊരു കല്ല് ഇവിടെ ഇരിക്ക്. അപ്പൊ ഞാനേ പാർക്കുഞ്ഞമ്മ വന്നിട്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞൂടാ. ഞാനേ പാർക്കുഞ്ഞമ്മന്റെ അടുത്തേക്ക് പോകും. ഓ, ഒന്ന് പോ പെണ്ണെ, വേഗം അവിടുന്ന്. നിന്നെ ആരപ്പോ ഇവിടെ പിടിച്ചു കെട്ടിട്ടിരിക്കുന്നേ? മണി, മണിമോൾ മിണ്ടരുത്. ഇപ്പൊ മമ്മി പറയുന്നത് കേട്ടാ മതി, മനസ്സിലായല്ലോ? എന്താന്ന് വെച്ചാ പറ മമ്മി. എനിക്കതായിട്ട് പൊടിക്കണമെന്നില്ലട്ടാ. നീ അത് കുറച്ചു നേരം മിണ്ടാതിരിക്കും മണിമോളെ. മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തു തരട്ടെ? ചിപ്സ് ആണോ വേണ്ടത്? ഇപ്പൊ കൊണ്ടുതരാം. മമ്മി, മമ്മിക്ക് എന്താ മമ്മി വട്ടായോ മമ്മി? നീ നോക്കിക്കോടി, എനിക്ക് വട്ടായതാണോ അത് നിനക്കാണോ വട്ടെന്ന്? ഓ മമ്മി, മമ്മി എന്തൊക്കെയായി ചോദിക്കുന്ന അവളോട്? മോളു, ഞാനൊരു കാര്യം പറഞ്ഞ അത് അതുപോലെ ചെയ്യേ. പോട്ടെ, അവൾക്ക് കഴിക്കാനേ അവിടെ ബേക്കറി എന്തെങ്കിലും ഉണ്ടാവും. എടുത്തിട്ട് പോയി പാത്രത്തിലിട്ടിട്ട്. എനിക്കൊന്നും വയ്യ മമ്മി. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ബേക്കറിയൊക്കെ അവൾക്ക് കൊടുക്കാനല്ലേ, എനിക്ക് മാത്രമാണ്. ഞാൻ മുത്തിന് പോലും കൊടുക്കാതെ എടുത്തു വെച്ചതാണത്. പിന്നെ ഇപ്പൊ ഇവൾക്ക് അത് എനിക്ക് വേണം മമ്മി, എനിക്ക് വേണം മമ്മി, എനിക്ക് വേണം. മണിമോളെ, മമ്മി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്ക്. പോയിട്ട് എടുത്തിട്ട് വാ മണിമോളെ. മമ്മി, മണിമോളെ ചീത്ത. അതെ, മണിമോൾ ചീത്ത കുട്ടിയാ. അതുകൊണ്ട് നിനക്ക് തരില്ല എന്ന് പറയുന്നത് അല്ലല്ലോ. മമ്മി, മമ്മി എന്നെ വെറുതെ കുറ്റപ്പെടുത്തല്ലേ മമ്മി. മമ്മിക്ക് ഇവിടെ പെട്ടെന്ന് കല്ലുവിനോട് സ്നേഹം. മോളു, ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ പറയുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ വേറെ വല്ലവരോട് സ്നേഹം വരുമെന്ന്? അതൊന്നുമില്ല. പക്ഷെ എന്നാലും മമ്മിക്ക് എന്താ പറ്റിയേ? മോളു, ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ തൽക്കാലം അത് എടുത്തിട്ട് വല്ല പാത്രത്തിലിട്ടിട്ട്. ഞാൻ എടുത്തിട്ട് വരാം. അവൾക്ക് നല്ല എരിവുള്ള വല്ല ബേക്കറി പലഹാരം കൊടുന്നു കൊടുക്കാം. നല്ല പോലെ നേരിയട്ടെ ആ പെണ്ണിന്. കല്ലു, മണിമോൾ ഇപ്പൊ കൊണ്ടുതരൂട്ടോ. ചെറിയമ്മ ചീത്ത. അങ്ങനെ പറയല്ല കല്ലു. നല്ലതാ. അങ്ങനെ വേണം പറയാൻ. ഇല്ല, കല്ല് പറഞ്ഞാലേ ഞാൻ ആരും ഉപദ്രവിക്കൂല. കല്ല് നല്ല കുട്ടിയല്ലേ. കല്ല് നല്ല കുട്ടി. പാറക്കുട്ടിയല്ലേ വരുന്നത്?
പേടിപ്പിക്കാം. അവളിവിടെ ഇല്ലെന്നേ കള്ളം പറഞ്ഞേക്കാം. മണിമോളെ, മണിമോളെ, എന്താ പാർക്കുട്ടി? അതിനെ കല്ലു ഉണ്ട് അവിടെ. കല്ലുവിനെ അവിടെ എങ്ങും കാണുന്നില്ല. കല്ലു, കല്ലു എവിടെയൊന്നുമില്ലല്ലോ. അതിനെ മണിമോളെ, നേരത്തെ കല്ലോട് വന്നില്ലേ? അതാണ് പാർക്കുട്ടി ചോദിക്കണത്. ഓ, അവളതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണോ? നേരത്തെ കല്ലോട് വന്നിരുന്നു. അപ്പം മുത്ത് മേലേക്ക് പോയപ്പോഴേ കളിക്കാൻ ആരില്ലെന്ന് പറഞ്ഞപ്പോഴേ അവൾ അങ്ങോട്ട് തിരിച്ചു പോന്നു. അവൾ അങ്ങോട്ട് തിരിച്ചു വന്നോ? ആ, അവൾ അപ്പൊ തന്നെ തിരിച്ചു പോന്നു. അയ്യോ പാർക്കുട്ടി, കല്ല് പിന്നെ എവിടെ പോയി? മുത്തേ, ഞാൻ പോയിട്ട് അമ്മയോട് വിവരം പറയട്ടെ. കൊച്ചല്ലേ, അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ടല്ലേ? ഇനി ചിലപ്പോ വല്ല കുറുവ സംഘം പിടിച്ചു കൊണ്ടുപോയി കാണോ? കുറുവ സംഘം? ആ, ഞാനേ സ്കൂൾ വിട്ടിട്ടേ അതിന് വരുമ്പല്ലേ കുറെ ആളുകളെ അറിയാത്ത ആളുകളാ. ഈ നാട്ടിലുള്ളവരൊന്നും അല്ല. പോണ കണ്ടിരുന്നോ? ചിലപ്പോ അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിലേ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. കുറുവ സംഘമോ? ആ, അവര് കണ്ടിട്ടേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ നമ്മുടെ ടിവിയിലും പത്രത്തിലും കണ്ടിട്ടില്ലേ അവരുടെ ഫോട്ടോ? ആ ആളുകളെ കണ്ടിട്ടേ ഞാൻ പേടിച്ചിട്ടാ വേഗം വന്നത്. ഞാനും വരണോ അവളെ അന്വേഷിക്കാൻ? വേണ്ട മുത്തേ, നിന്റെ ചെറിയമ്മ വഴക്ക് പറയും. ഞാനേ അമ്മയോട് പോയി പറയട്ടെ. അച്ഛനെ വിളിച്ചിട്ടേ പോലീസ് സ്റ്റേഷനിലൊക്കെ പറയാൻ പറയട്ടെ. ആ, പോലീസ് സ്റ്റേഷനിലൊന്നും ഇപ്പൊ തന്നെ പറയണ്ട പാർക്കുട്ടി. കുറച്ചു നേരെ ഇതിനെയൊക്കെ തെരഞ്ഞു നോക്ക്, എന്നിട്ട് പറഞ്ഞാ മതി. ഞാൻ പോകാം മുത്തേ. കുറച്ചു നേരം വന്നേ നല്ല പോലെ അന്വേഷിച്ച് നടക്കട്ടെ. മണിമോളെ, അവളിപ്പഴാ പോയ മണിമോളെ കല്ല് ഇവിടുന്ന്. മമ്മി, ഇതാ ഈ മുത്ത് ജോലി ചെയ്യുന്നില്ല. കല്ലുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടേ പാർക്കുട്ടിയുടെ കൂടെ അന്വേഷിക്കാൻ പോണോ? അയ്യോ, ഞാൻ അന്വേഷിക്കാനൊന്നും പോണില്ല മണിമോളെ. ഞാനിവിടെ ജോലിയിലാ. ആ, അങ്ങനെ ജോലി എടുത്താ നിനക്ക് കൊള്ളാം. അല്ലാതെ കല്ലുവിനെ അന്വേഷിച്ച് നടന്നാലേ അവളുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരും നീ. മനസ്സിലായല്ലോ? ഞാനിവിടെ ഈ ബാൽക്കണിയൊക്കെ തുടച്ച് വൃത്തിയാക്കാറ് മണിമോളെ. ആ, നല്ല പോലെ വൃത്തിയാക്ക്. ഡുണ്ടുമോൾക്ക് നല്ല അലർജി ഉള്ളതാ. പൊടി ഉണ്ടെങ്കിലേ അവള് തുമ്മിക്കൊണ്ടേയിരിക്കും. മമ്മി, മമ്മി, ഒന്നിങ്ങോട്ട് വന്നേ. മമ്മി പെട്ടെന്ന് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ മോളോ, ഞാൻ നിന്നോട് എന്തിനു പറഞ്ഞു വിട്ടതാ? മമ്മി, ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ, അതാ റൂമിലേക്കാൾ തന്നാ പോരെ? ആ പെണ്ണിപ്പ അങ്ങോട്ട് ഇറങ്ങി വരും അവിടുന്ന്. അതല്ല മമ്മി, മമ്മി, ആ പാറക്കുട്ടിയില്ലേ അവളെ ഇവിടെ അന്വേഷിച്ചു വന്നിരുന്നു കല്ലുവിനെ. ആണോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ ഇല്ല, അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ മുത്തില്ലേ അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്കും ഭാഗ്യത്തിനാ ഞാൻ അങ്ങോട്ട് ചെന്നത്. ആ, അതേതായി നന്നായി. മമ്മി, അവൾക്ക് തിന്നാനൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്താനാണോ മമ്മിയുടെ പ്ലാന്? മമ്മിയുടെ പ്ലാൻ എന്താ? അതൊക്കെ ഉണ്ടടി. പിന്നെ പാറക്കുട്ടിക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? ഇല്ലെന്നാ തോന്നുന്നത്. ഞാനേ കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാന് സ്കൂൾ വിട്ട് വരുമ്പേ കുറുവാ സംഘം അതിലെ പോയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഓഹോ, നീ അങ്ങനെയൊക്കെ പറഞ്ഞോ? അതേതായാലും പൊളിച്ചു. നീ അല്ലെങ്കിലും മമ്മിയുടെ മോളല്ലേ, നിനക്ക് നല്ല ബുദ്ധിയല്ലേ. പക്ഷേ മമ്മി കുറെ നേരമൊന്നും വേണ്ടട്ടോ. അവര് ചിലപ്പോഴേ പോലീസിനെ അറിയിപ്പിക്കാനേ വഴിയുണ്ട്. ഈ നശിച്ച പണി എപ്പോഴും ഇങ്ങോട്ടിങ്ങനെ അയച്ചു വിടുന്നതിനെ ഒരു പണി അവർക്ക് കൊടുത്തേ പറ്റൂ. അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരൊന്ന് തെരഞ്ഞു നടക്കട്ടെ കുറച്ചു നേരം. മമ്മി, കുറച്ചു നേരം തെരഞ്ഞാ പോരാ. നമുക്ക് അവളെ ആ കുറുവ സംഘം ഇതിലെ എവിടെയും പോണുണ്ടെങ്കിൽ അവരെ പിടിച്ചേൽപ്പിച്ചാലോ? അത്രയ്ക്ക് വേണം മോളെ. വേണം മമ്മി. ആ പാറക്കുട്ടിയുടെ ഒക്കെ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. കല്ലുകൂടെ ഉള്ളതാ അവളുടെ ബലം. എടി പെണ്ണെ, ആ മുത്തെവിടെ? അവളെ കേൾക്കണ്ട. ഇല്ല മമ്മി, ഞാനേ അവളെ നന്നായി വിരട്ടിയിട്ടുണ്ട്. എങ്ങനെ? അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡുണ്ടുമോൾ വന്നാലേ അവൾക്ക് ഭയങ്കര തുമ്മലായിരിക്കും. അവൾ ഒരു പൊടിയും പറ്റില്ല, നേരെ